ഹായ് ഗായ്സ്, ഗ്ലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 പേരാണ് ഇത്തവണ നോമിനേഷൻസ് ഉള്ളത്. അതിൽ നിന്ന് സിബിൻ പുറത്തായി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് ന്യൂസ് ഉടനെ വരും. അതോടൊപ്പം പൂജയും വാക്ക്ഡ് ഔട്ട് ആയി എന്നുള്ളത് ന്യൂസും ഉടനെ ബിഗ് ബോസ് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു സിംഗിൾ എവിക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. ഡബിൾ എവിക്ഷൻ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. അതോടൊപ്പം ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സന്ദർശിക്കുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അതിൽ ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് 1ാം പൊസിഷൻ അത് ജിൻഡോയാണ്. തുടർന്ന് ജിൻഡോ വമ്പിച്ച ഒരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1,15,460 എന്ന കൂറ്റൻ വോട്ട് നേടി മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ. ഇപ്പോൾ 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ സിബിനാണുള്ളത്. സിബിൻ ഇപ്പോൾ പുറത്തായി എന്നുള്ള ന്യൂസ് പതുക്കെ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടെ ഇപ്പോഴും 2ാം പൊസിഷനിൽ തന്നെയാണ്. 1,400 വോട്ട് നേടി 2ാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സിബിൻ. 3ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് അഭിഷേക് കയറി വന്നിട്ടുണ്ട്. ഒരിടയ്ക്ക് അഭിഷേക് പിന്നിലേക്ക് പോയിരുന്നു. ഇപ്പോൾ 98,700 വോട്ട് നേടി ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് 4ാം പൊസിഷനിൽ നിന്ന് 3ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 3ാം പൊസിഷനിലാണ് അഭിഷേക് ഉള്ളത്. 4ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി അർജുൻ കയറി വന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വലിയൊരു മുന്നേറ്റം വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലുണ്ടായില്ലെങ്കിലും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 95,609 വോട്ട് നേടി ഇപ്പോൾ 4ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ് അർജുൻ. 5ാം പൊസിഷനിലേക്ക് ജാസ്മിൻ തള്ളപ്പെടുകയാണ് ചെയ്തത്. വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് 5ാം പൊസിഷനിലേക്ക് ജാസ്മിൻ തള്ളപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലെ പ്രവൃത്തി കാരണമായിരിക്കും. ഇപ്പോൾ 95,008 വോട്ട് നേടി 5ാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 6ാം പൊസിഷനിൽ ഇപ്പോഴും സായി തന്നെയാണ് തുടരുന്നത്. വോട്ടിംഗ് വളരെ രീതിയിൽ ഒരു മുന്നേറ്റം ഇല്ലെങ്കിൽ കൂടെ സേഫ് ആണെന്ന് നമുക്ക് പറയാം സായിയുടെ കാര്യത്തിൽ. ഇപ്പോൾ 89,800 വോട്ട് നേടി 6ാം പൊസിഷനിലാണ് തുടരുന്നത്. 7ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. അപ്സര വോട്ടിങ്ങിന് തുടക്കം മുതലേ 7ാം പൊസിഷനിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും 7ാം പൊസിഷനിൽ തന്നെയാണ്. 74,500 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. വളരെ വലിയൊരു വോട്ടിംഗ് മുന്നേറ്റം ഇല്ലെങ്കിലും താരതമ്യേന കുഴപ്പമില്ലാത്തൊരു വോട്ടിംഗ് മുന്നേറ്റമായിട്ട് 7ാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുകയാണ് അപ്സര. 8ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയ്ക്ക് വോട്ടിങ്ങിന് തുടക്കത്തിലുള്ള ഒരു ക്ഷീണം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 64,500 വോട്ട് നേടി നമ്മുടെ നോറയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൻസിബ. ഇപ്പോൾ 9ാം പൊസിഷനിൽ നോറ തന്നെയാണ് തുടരുന്നത്. നോറയ്ക്ക് നല്ലൊരു മുന്നേറ്റം നടത്താൻ തുടക്കത്തിൽ സാധിച്ചെങ്കിലും പിന്നെ അത് തുടരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 64,005 വോട്ട് നേടി അൻസിബയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോറ. 10ാം പൊസിഷനിൽ അഭിഷേക് ജയദേവ് തന്നെയാണ് തുടരുന്നത്. അഭിഷേക് ജയദേവിന് നമ്മൾ വിചാരിച്ച അത്ര ഒരു മുന്നേറ്റം ഇപ്പോഴും നേടാൻ സാധിച്ചിട്ടില്ല. 63,750 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഡേഞ്ചർ സോണിലാണ്. പുറത്തു പോകാൻ ചാൻസും കൂടെ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് ജയദേവ്. എന്തായാലും വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് അഭിഷേക് ജയദേവിന് നിർണ്ണായകമാണ്. 11ാം പൊസിഷനിൽ റസ്മിനാണ്. റസ്മിൻ ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുൻതൂക്കം നേടുന്നുണ്ട്. 58,907 വോട്ട് നേടിയാണ് റസ്മി ഇപ്പോൾ 11ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 12ാം പൊസിഷനിൽ നന്ദന തന്നെയാണ് തുടരുന്നത്. ഏറ്റവും കൂടുതൽ തവണ ബാക്കിൽ നിൽക്കുന്നത് നന്ദനയാണ്. ഇപ്പോൾ 56,870 വോട്ട് നേടാനേ സാധിച്ചുള്ളൂ. നന്ദനയ്ക്ക് ഇത് ക്രൂഷ്യൽ ടൈമാണ്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് വളരെ നിർണ്ണായകമാണ് നന്ദനയ്ക്ക്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.